പ്രണയത്തിന് വേണ്ടി ബലിയാടായ രക്തസാക്ഷിയായ ഒരു യുവാവാണ് ഈ ഷാരോൺ. മരണക്കിടക്കയിൽ പോലും ആദ്യഘട്ടങ്ങളിൽ ഈ പെൺകുട്ടിയെ തള്ളിപ്പറയാൻ ആ യുവാവ് തയ്യാറായിരുന്നില്ല. തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വേറെ കഷായത്തിൻ്റെ പേരുകളാണ് പറഞ്ഞത്. പക്ഷേ ഇതൊന്നും തന്നെ മരണകാരണമാവുന്നോ ശരീരത്തിന് ഹാനി സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു കഷായവുമല്ല. കഷായം അവിടുത്തെ കോളേജിൽ പോയി ബാത്റൂമിൽ കലർത്തിയാണ് ആദ്യത്തെ അറ്റംപ്റ്റ് നടത്തുന്നത്. അന്ന് പിന്നെ അറിയാമായിരുന്നുവെങ്കിൽ പോലും ആ സത്യം മറ്റാരോടും പറഞ്ഞിരുന്നില്ല. മെച്ചപ്പെട്ട മറ്റൊരു ജീവിതം ആഗ്രഹിച്ച ഗ്രീഷ്മ ഈ പയ്യനായ ഷാരോണിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കൊലപാതകമല്ലാത്ത രീതിയിൽ. നമസ്കാരം. കേരളത്തെ നടുക്കിയ ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജ് AM ബഷീറാണ് വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ വലിയ ഒരു കേസായിരുന്നു ഈ ഷാരോൺ വധക്കേസ് എന്ന് പറയുന്നത്. കേരളത്തെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. കാരണം 21 വയസ്സ് പ്രായമുള്ള ഈ ഒരു സമയത്താണ് ഗ്രീഷ്മ ഈ സ്വന്തം കാമുകനെ ഇത്തരത്തിൽ വകവരുത്തിയ ഒരു സംഭവം ഉണ്ടായത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP KJ ജോൺസൺ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഈ ഗ്രീഷ്മയുടെ അമ്മ ഇപ്പോൾ വെറുതെ വിട്ടല്ലോ. ഇപ്പോൾ ഈ പോലീസിന് ഈ തെളിവ് നൽകുന്നതിൽ എവിടെയാണ് ഈ പാളിച്ച സംഭവിച്ചത്? പാളിച്ചകളെന്ന് പറയാൻ പറ്റില്ല. അവൈലബിൾ ആയിട്ടുള്ള അവർക്കെതിരെയുള്ള എല്ലാ തെളിവുകളും നമ്മൾ കോടതിയിൽ ഹാജരാക്കിയതാണ്. പിന്നെ വിചാരണ നടത്തുന്ന കോടതിയുടെ ചില ഒബ്സർവേഷൻസും മറ്റും അതിൽ നിർണായകമാണ്. അപ്പോൾ ആ വിധി പരിശോധിച്ച് പൂർണ്ണമായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടില്ലല്ലോ. 500 ചില്ലറ പേജുകളുള്ള വിധിന്യായമാണ്. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ന്യൂനത എന്നുള്ളത് ആ വിധിപ്പകർപ്പ് നമുക്ക് കിട്ടിയതിന് ശേഷമേ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ തക്കതായ വിധി തന്നെ ഈ ഒരു ഗ്രീഷ്മയ്ക്ക് ലഭിക്കുമെന്നുള്ള ശിക്ഷ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ടായിരുന്നു വെച്ചാൽ ഒരു വളരെ അപൂർവമായിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. അതായത് ചെറുപ്പക്കാരിയായ പെൺകുട്ടി സ്നേഹിച്ചിരുന്ന പയ്യനെ അതിദാരുണമായിട്ട് ആദ്യത്തെ അറ്റംപ്റ്റ് അല്ല, തുടർച്ചയായിട്ട് നടത്തിയിട്ട് പരാജയപ്പെട്ട് പിന്നെ വളരെ ആസൂത്രിതമായിട്ട് ചെയ്തതാണ്. ശരിക്ക് പ്രണയത്തിന് വേണ്ടി ബലിയാടായ രക്തസാക്ഷിയായ ഒരു യുവാവാണ് ഈ ഷാരോൺ. കേസിൽ പ്രധാനം അത്തരം രീതിയിൽ അവനെ കൊല്ലുന്ന ഒരു ഘട്ടത്തിലേക്കോ മറ്റും ചെയ്യുമെന്ന് ആ പയ്യൻ വിചാരിച്ചിരുന്നില്ല. മരണക്കിടക്കയിൽ പോലും ആദ്യഘട്ടങ്ങളിൽ ഈ പെൺകുട്ടിയെ തള്ളിപ്പറയാൻ ആ യുവാവ് തയ്യാറായിരുന്നില്ല. പിന്നീട് മരിക്കും എന്നുള്ള പൂർണ്ണ ബോധ്യം വന്ന സമയത്താണ് ഈ സത്യം ഡിസ്ക്ലോസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലുണ്ടായ ഒരുമാതിരിപ്പെട്ട കേസുകളിൽ ഈ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു എന്ന ഒറ്റ കാരണത്താൽ അതും പഠിക്കുന്ന യുവാവായ പൂർണ്ണ ആരോഗ്യവാനായ ഒരു യുവാവ് അതിദാരുണമായി കൊല ചെയ്യപ്പെടുകയും അത് ചെയ്തത് അവൻ ജീവനോളം സ്നേഹിച്ച ഒരു പെൺകുട്ടി തന്നെയാണെന്നും അത് വളരെ ആസൂത്രിതമാണ് നടപ്പിലാക്കിയെന്നുള്ളതും അപൂർവമായ കേസ് തന്നെയാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP KJ ജോൺസ്, അദ്ദേഹമാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്നു. ഈ കേസിൽ ആദ്യം പാറശാല പോലീസിൽ ഈ കേസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. പല ഘട്ടങ്ങളിൽ ഈ ഗ്രീഷ്മയോട് ബന്ധുക്കളൊക്കെ ചോദിക്കുമ്പോൾ വിഷാംശം നൽകിയില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് ഈ മരണശേഷമാണ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം ജില്ലാ പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി ആ ദിവസം തന്നെ ഗ്രീഷ്മയെ അറസ്റ്റ് ചെയ്യുന്നത്. അന്ന് പ്രതി കുറ്റം സമ്മതിക്കാൻ നമ്മൾ നിരത്തിയ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മൾ നിരത്തിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മരണപ്പെട്ട ഷാരോണിൻ്റെ സഹോദരൻ ഒരു ആയുർവേദ ഡോക്ടറാണ്. ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ ഈ ഷാരോൺ എന്ത് കഴിച്ചു എന്ന് വ്യക്തതയില്ലാത്തതിനാൽ ഈ സഹോദരൻ പല പ്രാവശ്യം ഈ ഗ്രീഷ്മേനോട് ചോദിക്കുന്നുണ്ട്. കഷായമാണ് കുടിച്ചതെന്ന് പറഞ്ഞത് പ്രകാരം ഏത് കഷായമാണ് കൊടുത്തത്, എന്തിൻ്റെ കഷായമാണ് എന്ന് ഒക്കെ ചോദിക്കുമ്പോഴും ഈ ഗ്രീഷ്മ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വേറെ കഷായത്തിൻ്റെ പേരുകളാണ് പറഞ്ഞത്. അതുപോലെ തന്നെ വേറൊരു കഷായത്തിൻ്റെ ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ ഇട്ട് കൊടുത്തു. പക്ഷേ ഇതൊന്നും തന്നെ മരണകാരണമാവുന്നോ ശരീരത്തിന് ഹാനി സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു കഷായവുമല്ല. കഷായം മാത്രം കുടിച്ചിട്ട് ഒരാൾ പോലും മരണപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഇത് അല്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. ആ സമയത്ത് കഷായമല്ല കൊടുത്തത്. കഷായം കൊടുത്തെങ്കിൽ തന്നെ അതിൽ മറ്റെന്തോ വിഷം കലർന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്ന് നമുക്ക് ബലമായ സംശയം കുടുങ്ങി. പിന്നെ കൂടാതെ ഈ ജ്യൂസ് ചലഞ്ച് നടത്തിയതിൻ്റെ സമയത്തുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഈ 2 ജ്യൂസ് ഈ പ്രതിയുടെ കയ്യിലുണ്ടായിരുന്നു, ഈ പെൺകുട്ടിയുടെ. അതിലൊരു ജ്യൂസിൻ്റെ കളറ് വളരെ വ്യക്തമായിട്ട് വേറെ നിന്നും വ്യത്യസ്തമായിരുന്നു. അപ്പോൾ അത് ഞാൻ TV യിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന സമയത്ത്
അന്നേരം കേസന്വേഷണം ഏറ്റെടുത്തിരുന്നില്ല. അപ്പോൾ അത് വീഡിയോ ഇങ്ങനെ ടി വിയിൽ ന്യൂസിൽ കാണിച്ചുകൊണ്ടിരിക്കുമ്പം ആ ഒരു ജ്യൂസിൻ്റെ കളർ വ്യത്യാസം കണ്ടപ്പോൾ അതിലും ഒരു സംശയം വളരെ ഉണ്ടായിരുന്നു. പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ അത് ശരിയാണെന്ന് സമ്മതിച്ചു. ആ ജ്യൂസിൽ പാരസെറ്റമോൾ ഗുളിക അന്ന് കോളേജിൽ പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പൊടിച്ച് ഒരു ഡപ്പയിലാക്കി അവിടുത്തെ കോളേജിൽ പോയി ബാത്റൂമിൽ കലർത്തിയാണ് ആദ്യത്തെ അറ്റംപ്റ്റ് നടത്തുന്നത്. അന്ന് ഈ ഗുളികയുടെ വ്യത്യാസം കൊണ്ട്, രുചി വ്യത്യാസം കൊണ്ട് ഈ ഷാരോൺ അത് കുടിച്ചില്ല. അത് അന്നേരം അത് ഒറിജിനൽ ജ്യൂസ് കൊടുത്തിട്ട് അത് മറച്ചു വെച്ചു. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ തന്നെ ഈ പ്രതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ചു ഇത് കഷായം മാത്രമല്ല, കഷായത്തിൽ മറ്റെന്തോ കലക്കി കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പയ്യൻ ഈ രീതിയിലായെന്ന്. അപ്പോൾ അതിന് തുറന്ന് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണം, കെമിക്കൽ പരിശോധനകളും ഡോക്ടർമാരെ കണ്ട് ഉള്ള അന്വേഷണമൊക്കെ ഇതിലേക്ക് നയിച്ചു. ഇത് ഒരിക്കലും ഒരു പ്രണയപ്പകയെന്ന് പറയാൻ പറ്റില്ല. കാരണം പ്രണയം നടിച്ചുകൊണ്ട് തന്നെ കൊലപാതകം നടത്തുകയാണ്. പ്രണയപ്പകയല്ല, പ്രണയത്തിന് വേണ്ടി രക്തസാക്ഷിയായ ഒരു ചെറുപ്പക്കാരനാണ് ഷാരോൺ. പ്രണയപ്പകയുണ്ടാവേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പയ്യൻ ഒരു കാരണവശാലും ഈ ഗ്രീഷ്മേനെ ചതിക്കുകയോ മറ്റെന്തെങ്കിലും ദുരുദ്ദേശത്തോടെയോ പ്രണയിച്ചതായിരുന്നില്ല. ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയായിരുന്നു അതെ 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 അത് മരിക്കുമെന്ന് ഏകദേശം 99% ഉറപ്പായ ഘട്ടത്തിലാണ് അച്ഛനോട് ഈ പറയുന്ന സത്യം തുറന്നു പറഞ്ഞത്. അതുവരെ അവനറിയാമായിരുന്നുവെങ്കിൽ പോലും ആ സത്യം മറ്റാരോടും പറഞ്ഞിരുന്നില്ല. അത് പ്രണയപ്പകയല്ല, പ്രണയപ്പക എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. അതായത് മെച്ചപ്പെട്ട മറ്റൊരു ജീവിതം ആഗ്രഹിച്ച ഗ്രീഷ്മ ഈ പയ്യനായ, പ്രത്യേകിച്ച് തൊഴിലൊന്നുമില്ലാത്ത വിദ്യാർത്ഥിയായ 2 സമുദായത്തിൽപ്പെട്ട ഈ ഷാരോണിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കൊലപാതകമല്ലാത്ത രീതിയിലുള്ള മറ്റു മാർഗങ്ങളിലൂടെ ശ്രമിച്ചിട്ടും അവനതിൽ നിന്ന് പിന്മാറാതെ വന്നപ്പോഴാണ് കൊല ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി തന്നെ ഈ പ്രവൃത്തി ചെയ്തു. ഈ സുഹൃത്തായിട്ടുള്ള റിജിൻ്റെ മൊഴി ഇതിലേറെ നിർണായകമായിരുന്നു. അതെ അതെ റെജിൻ, അതെ അതെ റെജിനോട് അവിടെ നിന്ന് ഇറങ്ങി വരുമ്പം തന്നെ ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് ഗ്രീഷ്മയുടെ വീട്ടിൽ പോയത്. തിരിച്ചിറങ്ങി ഛർദ്ദിച്ചത് പച്ച കളറിലാണെന്നുള്ളത് ഇവൻ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. 3 സ്ഥലങ്ങളിൽ വെച്ച് ഛർദ്ദിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഈ പച്ച ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരുന്നു. കൂടാതെ എന്നെ ചതിച്ചു എന്ന് ബൈക്കിൽ വെച്ചിട്ട് ഈ പയ്യനോട്, കൂട്ടുകാരനോട് ഈ ഷാരോൺ പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എല്ലാ സാഹചര്യ തെളിവുകളും അയാളുടെ മൊഴിക്ക് അനുസൃതമായിട്ട് തന്നെ തെളിഞ്ഞതാണ്. CCTV ഫൂട്ടേജുകളെല്ലാം തന്നെ ഇവർ യാത്ര ചെയ്തതിൻ്റെ തത്സമയമായിട്ടുള്ള എല്ലാ ഫൂട്ടേജുകളും നമ്മളെടുത്ത് കോടതിയിൽ ഹാജരാക്കി. തിരികെ വരുന്ന സമയത്തുള്ള ഫൂട്ടേജുകളും ഹാജരാക്കിയിരുന്നു. ആ ടൈം കറക്റ്റായിട്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഈ അമ്മ സിന്ധു, അമ്മാവൻ നിർമ്മൽ കുമാരൻ നായർ, ഇവർക്ക് ഈക്വലായിട്ടുള്ള കുറ്റമാണ് ഉണ്ടായിരുന്നത്. കാരണം തെളിവ് നശിപ്പിക്കൽ, അതുപോലെ തന്നെ കുറ്റം ഒളിച്ചു വയ്ക്കൽ ഇവയായിരുന്നു. പക്ഷെ അതിൽ 2ാം പ്രതിക്ക് എതിരെ, കാരണം 2ാം പ്രതിക്ക് അറിവുണ്ടായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. അതെ, ഈ നിർമ്മൽ കുമാരൻ നായരാണ് ഈ കളനാശിനി കൊണ്ട് നശിപ്പിച്ച് കളയുന്നത്. അതെ. അപ്പോൾ എന്താണ് അതിൽ 2ാം പ്രതിക്കെതിരെ മാത്രം അത് 2ാം പ്രതിനെ ഇപ്പോൾ കുറ്റക്കാരി അല്ലെന്നാണ് കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. അതിൽ അന്വേഷണ സംഘത്തിന് ലഭ്യമായ എല്ലാ തരത്തിലുള്ള തെളിവുകളും നമ്മൾ ട്രയൽ സമയത്തും ചാർജിൻ്റെ സമയത്തും ഹാജരാക്കിയതാണ്. പിന്നെ 506 പേജുകളുള്ള വിധിന്യായമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിന് വെറുതെ വിട്ടു എന്നുള്ള ഭാഗം മാത്രമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ പകർപ്പ് കിട്ടിയതിന് ശേഷം, വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം മാത്രമേ അതെന്താണ് അതിൻ്റെ ഫോൾട്ട് അല്ലെങ്കിൽ എന്ത് ന്യൂനതയാണ് വന്നതെന്ന് പരിശോധിച്ചിട്ട് മനസ്സിലാക്കാം.